ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ടൈലർ മെഷീൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് നൂലിടുന്നതും അതുപോലെ തന്നെ ബോബിൻ ഇടുന്നതൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇനി കൂടുതലും കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഓരോ ക്ലാസ്സുകളായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ മെഷീൻ എപ്പോഴും നമ്മളൊരു 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി ഓരോ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓയിൽ കൊടുക്കാനായിട്ട് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3 ഡോട്ട് കണ്ടില്ലേ. അപ്പോൾ ഈ 3 ഡോട്ടിലും നമ്മൾ ഓയിൽ കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തും നമ്മൾ എല്ലാ ഭാഗത്തും ഓയിൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു മാസത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ഹോളിലും അതുപോലെ തന്നെ ഇവിടെയും ഇതിങ്ങനെ താഴ്ത്താൻ നമ്മൾ ഈ ഒരു ചക്രം ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് പൊന്തയും താഴെയും ചെയ്യും അല്ലേ. അപ്പോൾ അതായത് ഇങ്ങനെ താഴ്ത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ഡ്രോപ്പ് ഓയിൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ചക്രം ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ താനെ പൊക്കോളൂ കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു ഡോട്ട് കണ്ടോ, ഇതിലും നമ്മൾ ഓയിൽ കൊടുക്കുക. ഓയിൽ കൊടുക്കുമ്പോൾ നമ്മൾ നൂലും അതുപോലെ തന്നെ ബോബിനൊക്കെ ഊരി മാറ്റണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഓയിൽ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഓയിൽ കൊടുക്കണം. ഈ ഒരു മെഷീൻ ഇത് പൊക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ ടയർ ഊരി മാറ്റിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓയിലൊക്കെ കൊടുത്തിട്ടിട്ടുള്ള മെഷീനാണിപ്പോൾ. അതായത് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ കയറ്റാനും നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ മെഷീൻ നല്ല സ്മൂത്തായിരുന്നാലേ നമുക്ക് ടൈലറിങ് എളുപ്പമായിരിക്കുള്ളൂ. അതുപോലെ മെഷീന് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ നമുക്ക് വരും, നൂലൊക്കെ കയറലൊക്കെ വരും. ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതൽ നൂലുകളൊക്കെ പെടാനുള്ള ചാൻസ്. നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ഈ ഒരു പല്ലിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് നൂലുകൾ ഉണ്ടാവും ഇതിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ. പിന്നെ ഓയിൽ കൊടുക്കേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഒരു ഡോട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോട്ടും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചക്രങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കണം. ഇനി ബാക്ക് പോർഷൻ ഞാൻ കാണിച്ചു. പിന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഓയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ പൊക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ ഭാഗത്തും നമ്മൾ ഓയിൽ മാക്സിമം കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ മെഷീൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. മാസത്തിലെങ്കിൽ എന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ കൊടുത്തിട്ടിട്ട് പിറ്റേ ദിവസം എന്താ ചെയ്യുക, ഓയിലൊക്കെ ഒന്ന് മാറി കിട്ടും. ഒരു പൊട്ട തുണിയൊക്കെ ഇട്ടുന്നൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഈ ഓയിലിൻ്റെ ഈ മെഴുക്കൊക്കെ മാറിക്കോളും. പിന്നെ ദാ ഈ ഒരു പോർഷനിൽ ദാ ഇവിടെ കൊടുക്കണം ഓയിൽ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാ ഈ ഭാഗത്തൊക്കെ നല്ലോണം കൊടുക്കുക. അതുപോലെ തന്നെ ഈ പല്ലിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം എല്ലാ ഭാഗത്തും നമുക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ മാക്സിമം ഇത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കാലിൻ്റെ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ചവിട്ടുന്ന ഭാഗത്തും നമ്മൾ ഓയിൽ കൊടുക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ മെഷീൻ ഇങ്ങനെ സ്റ്റക്കായി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി നമുക്ക് ചവിട്ടുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ആ സമയത്തൊക്കെ ഈ ഓയിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ബലപ്പെട്ട് ചവിട്ടേണ്ടി വരില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ ചവിട്ടാൻ പറ്റും. പിന്നെ നമ്മൾ മോട്ടറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മോട്ടറൊക്കെ വെക്കുന്നവർക്ക് എപ്പോഴും ബെറ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ മോട്ടർ വെക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ മോട്ടർ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പം മോട്ടർ വെക്കുന്നവർക്കും ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകും. പിന്നെ നമ്മൾ ഈ ചവിട്ടുന്ന ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഈ ചക്രത്തിൻ്റെ ഇടയിൽ ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഓയിൽ കൊടുക്കണം. പിന്നെ നമ്മൾ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ മേടിക്കുമ്പോൾ തന്നെ ടയർ ഉണ്ടാവും. ഓൾറെഡി ടയർ ഉണ്ടാവും. പക്ഷേ ആ ടയറൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു ടയർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇനി മേടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തുണി ഇതുപോലെ പിരിച്ച് നല്ല നീട്ടത്തിലെടുക്കുക. അതിന് ശേഷം പിരിച്ച് ഇതാ ഇതിൻ്റെ ഒരു ഏകദേശം അളവിൽ നമ്മൾ എന്ത് ചെയ്യണം, കെട്ടുക. അതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ തുണി പിരിച്ചിട്ട് തന്നെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കേടാവുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ വലിയ തുണി എടുക്കുക. അതിന് ശേഷം പിരിച്ച് ഏകദേശം അളവിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ടയർ നമ്മൾ മേടിക്കുമ്പോൾ ടയർ പെട്ടെന്ന് കേടാവും കേട്ടോ. നമുക്കിതുപോലെ തന്നെ ഇടേണ്ടി വരും. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പ്ലെയിൻ തുണി എടുക്കുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലത്തെ ലൈൻസ് വരയ്ക്കാം കേട്ടോ. നമ്മളിത് എന്തായാലും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഏത് ടൈലറിങ് ക്ലാസ്സിൽ പോയാലായാലും നിങ്ങൾ ഇതുപോലെ നേർരേഖയിൽ ഇതിന് ശേഷം തയ്ക്കാനായിട്ട് പഠിപ്പിക്കും. നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള തുണി എടുക്കുക. ഒരു വൈറ്റ് തുണിയോ അല്ലെങ്കിൽ എന്താ തുണിയായാലും ഇല്ല. ഇതിന് ശേഷം ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ ഈ ലൈൻ
സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ തുന്നാനായിട്ട് പഠിക്കണം. അതായത് നേരെ അടിക്കാനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും വളഞ്ഞൊക്കെ പോവും. ആദ്യമായിട്ട് അടിക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഒരു ചോക്ക് ഉപയോഗിച്ച് സ്കെയിൽ കൊണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ അടിക്കുക. അപ്പോൾ നമുക്ക് അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ തീരെ അടിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു തുണി വെട്ടി നമ്മൾ തയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ പോകുമ്പോൾ അതിൻ്റെ അപാകത നമ്മുടെ ആ ഡ്രസ്സിനുണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ തയ്ച്ച് പഠിക്കണം. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, ടോപ്പൊക്കെ വെട്ടി തുന്നാനായിട്ട് നിൽക്കരുത്. ഇതുപോലെ ഒരു പ്ലെയിൻ തുണിയുമ്മൽ ഇതുപോലെ അടിച്ച് പഠിക്കുക. അപ്പോൾ ഈ 4 ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ എന്നിട്ട് തുന്നിയതിന് ശേഷം നോക്കാം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയല്ലേ തുന്നിയതെന്ന് നോക്കണം. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് തുന്നാനായിട്ട് ഇനി മുതൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്ത് പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ വൈറ്റ് തുണിമേലാകുമ്പോൾ നമ്മൾ അടിച്ചത് വളഞ്ഞു പോയോ അല്ലെങ്കിൽ നേരെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത്. അപ്പം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അതുപോലെ പുതിയൊരു ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ഷേപ്പാക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ.